ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഡേ 3 എന്തായിരുന്നു ഞങ്ങൾ ചെയ്തത് സാന്റോറിനിയിൽ. ഇത് ഞങ്ങൾ ഡേ 3 രാവിലെ ഒരു ബൈക്ക് ഞങ്ങൾ റെൻറ്റിനെടുത്തായിരുന്നു. അപ്പം അന്നത്തെ ദിവസം ഞങ്ങളുടെ പ്ലാൻ എന്തായിരുന്നെന്ന് വെച്ചാൽ ആ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ കുറേ സാന്റോറിനിയിലത്തെ കുറേ ചെറിയ ചെറിയ വില്ലേജസ് എല്ലാം കവർ ചെയ്യണം. അപ്പം ബൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും സാന്റോറിനിയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോവാം. അപ്പം നമ്മളത് റെൻറ്റ് ഓൾമോസ്റ്റ് 35 യൂറോസ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ ആദ്യം ഓർത്തത് ഞങ്ങൾ ബ്രഞ്ച് ടൈം ആയിരുന്നു ഓൾമോസ്റ്റ്. അപ്പം ഞങ്ങൾ അവിടെ എപ്പോഴും പോയി 3 ദിവസവും ഞങ്ങൾ ഈ ബേക്കറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറയുന്നതായിരിക്കും. ആക്ച്വലി ഞാൻ എൻ്റെ സെക്കൻഡ് ഡേ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ബേക്കറിയുടെ പേര്. അപ്പം ഈ ബേക്കറിയാണ് ഞാൻ പറഞ്ഞ എല്ലാ സംഭവവും ഇവിടെ ഭയങ്കര ഫ്രഷായിട്ട് അവർ എല്ലാ ദിവസവും ഉണ്ടാക്കുന്ന സാധനങ്ങൾ. അപ്പം നമുക്ക് ഒത്തിരി കാശ് ചിലവൊന്നുമില്ല. ഇവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണമെങ്കിൽ എല്ലാം ഒരു വിതിൻ 10 യൂറോസിനുള്ളിൽ നമുക്ക് എനിക്ക് വന്ന് കുറേ സ്നാക്ക് ഐറ്റംസ് കിട്ടും. അപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാം ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ എവിടെയൊക്കെ പോകും, എന്തൊക്കെ ചെയ്യുമെന്ന് വെച്ചുകൊണ്ട് അതെല്ലാം പ്ലാൻ ചെയ്ത് എൻ്റെ കയ്യിലായിരുന്നല്ലോ നാവിഗേഷൻ മൊത്തം. ജോസ് ബൈക്ക് ഓടിക്കുന്നപ്പോൾ എനിക്ക് നാവിഗേറ്റ് ചെയ്തിട്ട് പറയണം എവിടെയാണ് പോകേണ്ടത്, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചുകൊണ്ട് അതൊക്കെ നമ്മൾ പ്ലാൻ ഔട്ട് ചെയ്തു. അങ്ങനെ ഇപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് എനിക്കൊന്ന് കുറേ ഇങ്ങനെ വണ്ടിയിൽ പോകുന്ന കുറേ കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് കാണാൻ പോകുന്നത്. അവിടുത്തെ സാന്റോറിനി ആ സ്ഥലം മൊത്തം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതിലും വെറൈറ്റി ആയിട്ടൊന്നുമില്ല. ഇങ്ങനെ തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ വൈറ്റ് ആൻഡ് ബ്ലൂ ബിൽഡിങ്സും കുറേ വൈൻയാർഡ്സ് ഉണ്ട് വഴി നിറച്ചും, കുറേ ഡോങ്കീസ്. പിന്നെ ഈ ഒരു ടൗണാണ് പിറുഗോസ് എന്ന് പറയുന്ന ടൗൺ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ടൗണാണ്. ഇപ്പം പൊതുവേ ആൾക്കാർ സാന്റോറിനിയിൽ ഫിറ ഒക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവർ പെറുഗോസിൽ വന്ന് താമസിക്കും. എന്നിട്ട് ഇങ്ങനെ ബൈക്ക് റെൻറ്റ് എടുത്തിട്ട് അവരെല്ലായിടത്തും കറങ്ങി നടക്കും. അപ്പം ഇവിടെയൊക്കെ റെൻറ്റൊക്കെ എന്ന് വെച്ചാൽ ഒരു 60-70 യൂറോസേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് ആൾക്കാർ പൊതുവെ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്ന സാന്റോറിനീസ് പോകുന്നത്. ഈ കാണുന്ന സ്പോട്ടാണ് മെഹ്ലാഹുരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇത് ഹാർട്ട് ഓഫ് സാന്റോറിനിയാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചതാണ് വോൾക്കാനോ, ഈ കാണിക്കുന്നതാണ് ഈ കാണിക്കുന്നതാണ് ഫിറ. അപ്പോൾ അവിടുന്ന് ഈ ഒരു സ്പോട്ടിൽ നമ്മൾ സാന്റോറിനിയിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ ഐലൻഡ്, ആ സീ ഷേപ്പിൽ ഐലൻഡ് മൊത്തത്തിൻ്റെ വ്യൂ നമുക്കിവിടെ കിട്ടാൻ പറ്റും. അതുകൊണ്ടാണ് ഇതിനെ ഹാർട്ട് ഓഫ് സാന്റോറിനി എന്ന് പറയുന്നത്. ഈ ക്രൂസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ അടുത്താണ് ഫിറ. എന്താണ് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഞങ്ങൾ ഡിന്നർ കഴിച്ച ആ സ്പോട്ടിൻ്റെ അവിടെ നിന്ന് നമുക്ക് ആ ക്രൂസ് ശരിക്കും കാണാൻ പറ്റും. അപ്പം ഇങ്ങനത്തെ ഒരു സ്പോട്ട്, ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ഒരു സ്പോട്ട് ഇവിടെ ഉണ്ട്. ഇവിടെ വരെ വരണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഒരു കുണ്ടും കുരിയുള്ള ഒരു സ്ഥലമാണ്. ശരിക്കും നല്ലൊരു ഷൂസ് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് തെന്നി താഴെ വരെ കിടക്കും. ഇച്ചിരി ഡേഞ്ചറസ് ആണ് ഈ പാത്ത്. പക്ഷേ വ്യൂ അടിപൊളിയാണ്, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. ഇങ്ങനെ അവിടുന്ന് ഞങ്ങൾ വിട്ടിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നത് ഒരു എക്സ്കവേഷൻ സൈറ്റിലോട്ടാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരാണ് പ്രീ ഹിസ്റ്റോറിക് ടൗൺ ഓഫ് അക്രോത്തിരി. ഇത് 16th സെഞ്ച്വറിയിൽ ഇവിടെ വോൾക്കാനോ ഇറപ്റ്റായ സമയത്ത് ഈ ഒരു ടൗൺ മൊത്തം അതിനുള്ളിലായിപ്പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ആർക്കിയോളജിസ്റ്റ് അത് കണ്ടുപിടിച്ചിട്ട് അവരത് റിക്കവർ ചെയ്തെടുത്തു. ഇപ്പോഴും അവിടെ സൈറ്റിൽ ഓൺഗോയിങ് പ്രോജക്റ്റാണ് ഇത്. ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. ആ മ്യൂസിയത്തിൽ ഇപ്പോഴും ആർക്കിയോളജിസ്റ്റ് ഓരോന്ന് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് ടൈം വോൾക്കാനോ ഇറപ്റ്റ് ആയത് 1950s അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സയൻറ്റിസ്റ്റ്സ് ഒക്കെ അവിടുത്തെ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയും 150 വർഷത്തിനുള്ളിൽ ഒരു അടുത്ത ഇറപ്ഷൻ നടക്കുമെന്ന് വെച്ചുകൊണ്ട്. അപ്പം ഈ 15th സെഞ്ച്വറി അല്ലെങ്കിൽ 12th സെഞ്ച്വറിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ടൗൺ ആയിരുന്നു ഇത്. അത് നമുക്ക് ഇപ്പം 2023 കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ഇത് ഇത്രയും പ്രിസർവ് ആയിരിക്കുന്ന ഒരേ ഒരു കാരണമുള്ളൂ. ഇതിന് വോൾക്കാനോ ഇറപ്റ്റായ സമയത്ത് വോൾക്കാനോ ആയി കഴിഞ്ഞിട്ട് പിന്നെ പോയി കഴിയുമ്പോഴത്തേക്കും കുറേ ഡെബ്രീസും കുറേ സെറ്റിൽമെൻറ്റ്സ് അതിലൊക്കെ ഇങ്ങനെ എന്തൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കും.
അപ്പോൾ അത് ഇവിടുത്തെ സയൻറ്റിസ്റ്റൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സംഭവമാണ് ഈ ഒരു ടൗണിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ആ ഒരു സെഡിമെൻറ്റും ആ ഒരു എലിമെൻറ്റ് അതിലിരുന്നത് വോൾക്കാനോട്. ഇപ്പോഴും പറയുന്ന അവിടെ വോൾക്കാനിക് ആഷസ് ആണ് അത് മൊത്തം ഇപ്പോഴും ഉള്ളത്. അത് അവർ ക്ലീൻ ചെയ്ത് പയ്യെ വൃത്തിയാക്കി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്കൊരു ടൗൺ ആയിട്ട് അവർ ശരിക്കും പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ശരിക്കും അവിടെ നിൽക്കുമ്പോൾ കാണാൻ പറ്റും ഒരു വീടൊക്കെ 3 നില വീടും ചെറിയ പോട്രീസും ചെറിയ പാത്രങ്ങളും ഒക്കെ ഇപ്പോഴും അവിടെ ഇരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു സൈറ്റിൽ പോയുള്ള ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ നെക്സ്റ്റ് ടൈം ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് പോകാൻ മറക്കല്ല. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു 2 മണിയൊക്കെ ആയിരുന്നു. എന്നിട്ട് നല്ല ചൂടും നല്ല വെയിലുമായിരുന്നു. താങ്ക് യു. അപ്പം നമുക്ക് വേണ്ടി ഓറഞ്ച് ആൻഡ് ലെമൺ സ്ലഷീസ് വാങ്ങിച്ചു. ഈ ഐസും ഈ റസ്നാടെ പൗഡറും ഇട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഇരിക്കും. ആ ഒരു ടേസ്റ്റ് ആയിരുന്നു. എനിക്കിത് മൊത്തം തീർക്കാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും ആ ചൂടത്ത് നല്ല സുഖമായിരുന്നു അത് കഴിക്കാൻ. എന്നിട്ട് ഞങ്ങൾ പോയത് എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ്. ഞാനൊരു ഷോപ്പ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു വ്ളോഗിൽ കണ്ടത്. ഇവിടെ അവർ സാന്റോറിനിയിൽ ഉണ്ടാവുന്ന തക്കാളിയും കൊണ്ട് അവർ സൺഡ്രൈ ടൊമാറ്റോ പേസ്റ്റും പിന്നെ ഓലിവ്സും പിന്നെ ഇവിടുത്തെ ലോക്കൽ ചീസും അതൊക്കെ അവർ സെൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ തപ്പി പിടിച്ചിട്ട് എനിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. അവിടെ നിന്ന് ഞങ്ങൾ കുറേ സാധനങ്ങൾ വീട്ടിലേക്കുള്ള വാങ്ങിക്കുകയും ചെയ്തായിരുന്നു. ജോസിന് അത്രയും താല്പര്യമില്ലായിരുന്നു, പക്ഷേ എനിക്ക് നല്ല താല്പര്യം ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ. എന്നിട്ട് ഞങ്ങൾ ആഗ്രത്തിരിയുടെ ഏറ്റവും എൻഡ് പോയിന്റിൽ പോയി. അപ്പം ഈ സീ ഷേപ്പ് ഐലൻഡ് ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെ ഏറ്റവും ടോപ്പ് പാർട്ടിലാണ് അത് നമ്മൾ അന്ന് കഴിഞ്ഞ ദിവസം പോയത്. ആഗ്രത്തിരി ഏറ്റവും എൻഡ് പോയിൻ്റാണ്. അപ്പം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഏറ്റവും എൻഡ് പോയിൻ്റാണ്. അപ്പം ഈ ഒരു സ്ഥലത്തെന്ന് വെച്ചാൽ ഒത്തിരി ആൾക്കാരുകൾ ഇപ്പം അറിഞ്ഞു വരുന്നുണ്ട്. അതല്ലാതെ പക്ഷേ ആ ഇയാടെ അത്രയും തിരക്കും അത്രയൊന്നുമില്ല ഇവിടെ. ഇവിടുത്തെ വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ. ആക്ച്വലി സാന്റോറിനിയിൽ എവിടെ ചെന്നാലും വ്യൂ അടിപൊളിയാണ്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥലമുണ്ട്, അവിടെ പോയി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ 3 സ്ഥലത്തും കടലാണ്. അത് നമ്മളിങ്ങനെ മുകളിൽ നിന്ന് കടൽ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഭയങ്കര വാസ്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങ് ദൂരെ വരെ കടൽ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ആ ഒരു ഫീലിംഗ് തന്നെ ഒരു വേറെയാണ്. ഇത്രയും നട്ടുച്ച വെയിലത്ത് അവിടെ ഓൾമോസ്റ്റ് ഒരു 32 ഡിഗ്രീസ് ഉണ്ടായിരുന്നു. പക്ഷേ 3 സ്ഥലത്തും കടലായതുകൊണ്ട് ആ കാറ്റ് കാരണം ഞങ്ങൾക്ക് ആ ചൂടേ അറിയുന്നില്ലായിരുന്നു. ആ ഒരു പോയിന്റിൽ നല്ല സുഖമായിരുന്നു. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്തിനാ ഒന്ന് കാല് തന്നെയാണ് നമ്മൾ കടലിൻ്റെ അകത്ത് കിടക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ പിടിച്ചൊക്കെയാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് അവിടുത്തെ ഏറ്റവും ഒരു ലോക്കൽ റെസ്റ്റോറൻറ്റിലാണ്. ഈ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഒത്തിരി ഒന്നും അറിയില്ല. അവിടുത്തെ ഒരു ലോക്കൽ ഗൈഡിനെ ഞാൻ ഫോളോ ചെയ്തപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഫുഡ് സാന്റോറിനിയിലെ ദി ബെസ്റ്റ് ഫുഡാണ്. നമ്മൾ പറയുന്ന സാധനം ആ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഒത്തിരി ക്വാണ്ടിറ്റിയാണ്, പ്രൈസിന് വേർത്താണ്. എനിക്കറിഞ്ഞൂടാ, ഞാൻ പറയാവുന്ന എല്ലാം പോസിറ്റീവ് തിങ് ഈ ഹോട്ടലിനെ കുറിച്ച് ഞാൻ പറയും. എന്തിന് എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. ആരെവിടെ പോയാലും ഈ കാണുന്ന അമ്മച്ചിയാണ് അവിടുത്തെ ഓർഡേഴ്സ് എടുക്കുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും. അപ്പോൾ പുള്ളിക്കാരിയാണ് എല്ലാം റെഡിയാക്കി തരുന്ന ഒരു നല്ല സുന്ദരമായ ഒരു അമ്മച്ചി. ഞങ്ങളപ്പോൾ അവിടെ അവിടുത്തെ ലോക്കൽ ചീസ് ഫ്രൈഡ് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് സ്ക്വിഡ്. ഇത് കണ്ടിട്ട് എനിക്ക് വായന വെള്ളം വരുന്നു. സ്ക്വിഡ് ഫ്രൈ വാങ്ങിച്ചു, കലമാരി. അതിൻ്റെ ക്വാണ്ടിറ്റി നോക്കൂ എത്ര ഉണ്ട്. പിന്നെ ഞങ്ങൾ വാങ്ങിച്ച ഹോം മെയ്ഡ് പാസ്ത ഉണ്ടാക്കിയത് വിത്ത് പ്രോൺസ്. അപ്പോൾ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം എനിക്ക് ഒത്തിരി വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ നല്ല ഫുഡിൽ തന്നെയായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഈ ഒരു സ്ക്വിഡിൻ്റെ ഒരു കഷ്ണം തീർക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ട് അവസാനം ഞാൻ ജോസിനോട് പറഞ്ഞു, പ്ലീസ് എങ്ങനെയെങ്കിലും തീർക്കൂ. ഇന്നെന്തായിരുന്നു ബേബി ഇവിടുത്തെ ഫുഡ്? കുറേ ഇഷ്ടപ്പെട്ടോ? വയറിനറിഞ്ഞോ? ക്വാണ്ടിറ്റി ഒത്തിരി ഉണ്ടായിരുന്നോ?
ഇനി ഉറങ്ങിയാൽ മതി. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഡോണ്ട് വേസ്റ്റ് യുവർ മണി ഇൻ എനി ഫാൻസി റെസ്റ്റോറൻറ്റ്. ജസ്റ്റ് ട്രൈ ദിസ് റെസ്റ്റോറൻറ്റ്. യു ഗോണ താങ്ക് മീ. ട്രസ്റ്റ് മീ, യു ഗോണ താങ്ക് മീ ലേറ്റർ. ചൂടൊക്കെ കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങൾക്ക് ബീച്ചിൽ പോകണമെന്ന്. അപ്പം ഞങ്ങൾ അവിടുത്തെ കമാരി ബീച്ചിൽ പോയി. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടൗണാണ്. അതിൻ്റെ അവിടെ ആയിട്ട് തന്നെയാണ് കമാരി ബീച്ച്. അപ്പോൾ ഒത്തിരി പോപ്പുലേറ്റഡ് ഒന്നും അല്ലായിരുന്നു. നമുക്ക് നല്ല ഇങ്ങനെ ബീച്ചിന് അവിടെ കിടക്കാനുള്ള ബെഡൊക്കെ ഇല്ലേ, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയ സമയം ഇച്ചിരി വെയിൽ താന്നിട്ടാണ് പോയത്. പൊതുവെ അവിടെ ഫോറിനേഴ്സൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും അവർ നട്ടുച്ച വെയിലത്താണ് ഇവിടെ ഇങ്ങനെ കടലിൽ പോയിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇന്ത്യൻസിന് അത് പറ്റത്തില്ല. നമ്മൾ ക്ഷീണിച്ച് ഒരു പരിവായിരിക്കും. ഓൾറെഡി നമ്മൾ ടാൻഡായിരിക്കുന്ന സ്കിൻ ടോണാണ്. ഇനിയും നമുക്ക് ടാൻ ആവണമെന്ന് ആഗ്രഹമില്ല. അപ്പം ഞങ്ങൾ പോയതൊരു 5:30, 5:45 ഒക്കെ ആയപ്പോൾ. അപ്പോൾ വെയിലൊക്കെ കുറഞ്ഞു. നല്ല സുഖമായിരുന്നു. നല്ല ഒരു കാലാവസ്ഥയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പം അതൊക്കെ എൻജോയ് ചെയ്ത് വെച്ച നേരം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്നും പതിയെ ഇറങ്ങി. എന്തിന് ഓൾമോസ്റ്റ് സൺസെറ്റ് ആവാറായിരുന്നു. പിന്നെ ഞങ്ങൾ സൺസെറ്റ് കാണാനായിട്ട് വേണ്ടി ഞങ്ങളിങ്ങനെ പ്രത്യേകമായിട്ടൊരു സ്ഥലത്തൊന്നും പോയില്ല. എനിക്ക് തോന്നുന്നത് സൺസെറ്റ് നമുക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നിട്ടും അത് എൻജോയ് ചെയ്യാം. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ പോയി അവിടെ നിറച്ചു ആൾക്കാരുടെ ഇടയ്ക്ക് തിങ്ങി ക്യാമറ ഒക്കെ ചെരിച്ചും നേരമൊക്കെ പിടിച്ച് നിൽക്കാൻ മേലാത്ത അവസ്ഥയിൽ സൺസെറ്റൊന്നും എൻജോയ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹത്തിൽ സൺസെറ്റ് എൻജോയ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എവിടെയാണെങ്കിലും ഫ്രീ ആയിട്ട് സമാധാനത്തോടെ പീസ്ഫുള്ളി എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റുമെങ്കിൽ അവിടെ ഇരുന്ന് ഏതെങ്കിലും സ്ഥലത്തു നിന്ന് സൺസെറ്റ് എൻജോയ് ചെയ്യുക. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് എൻജോയിങ് ദ സൺസെറ്റ്. ഐ ഫീൽ എല്ലാവരുടെ അവരവരുടെ അഭിപ്രായമായിരിക്കും. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ തിരിച്ച് അന്നത്തെ പരിപാടികൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചത് വീട്ടിലോട്ട് പോകുന്ന വഴിയിലത്തെ കാഴ്ചകളാണ്. അങ്ങനെ എൻ്റെ കുറേ വർഷങ്ങൾ മുമ്പോട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു സാന്റോറിനിയിൽ വരണമെന്ന്. അത് ഞാൻ ഫുൾഫിൽ ചെയ്തു. എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ 3 ദിവസം മൊത്തം ഇഷ്ടപ്പെട്ടു. ദിസ് വാസ് ദി എൻഡ് ഓഫ് ദ 3rd ഡേ. അത് കഴിഞ്ഞിട്ട് അത്രയൊക്കെ ഉള്ളായിരുന്നു. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സാന്റോറിനിയിൽ ഫുൾ എൻജോയ് ചെയ്തു. ആൻഡ് ഐ എം റിയലി ഹാപ്പി അബൌട്ട് ഇറ്റ്. വി ബോത്ത് ആർ റിയലി ഹാപ്പി അബൌട്ട് ദ ട്രിപ്പ് വി ടുക്ക്. ഇനി അഥവാ സാന്റോറിനി പോവുകയാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായിട്ടും പോകുന്നത് അമ്മച്ചിയുടെ റെസ്റ്റോറൻറ്റിലോട്ട് പോകും. അവിടെ നിന്ന് ഞങ്ങൾ ഫുഡ് അടിക്കും. എനിക്ക് തോന്നുന്നില്ല ഒരു ഫാൻസി റെസ്റ്റോറൻറ്റ്, ഒരു എക്സ്പെൻസീവ് റെസ്റ്റോറൻറ്റ് ആ ഒരു റെസ്റ്റോറൻറ്റിനെ ഏതെങ്കിലും രീതി തോപ്പിക്കാൻ പറ്റും. അത്രയ്ക്കും അടിപൊളി ഭക്ഷണമായിരുന്നു അവിടുത്തെ. പിന്നെ പോകുന്നത് മറ്റേ കമാരി ബീച്ച്. ദാറ്റ് വാസ് ഓൾസോ എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സോ ദാറ്റ് വാസ് അവർ ട്രിപ്പ്. 3 ദിവസം അടിച്ചു പൊളിച്ചു. കുറേ ഇഷ്ടപ്പെട്ടു. ചെയ്ത കാര്യങ്ങളെല്ലാം ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തു. അതാണ് ഞങ്ങളുടെ സ്മോൾ സാന്റോറിനി 3 days ഐറ്റിനറി. ആരെങ്കിലും സാന്റോറിനി പോവുകയാണെങ്കിൽ ഹോപ്പ്ഫുള്ളി ഇത് കുറേ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് മൈ വീഡിയോ. പിന്നെ നെക്സ്റ്റ് വീഡിയോസായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.